अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो।
मेरे लाडलो जागो, मेरे लाडलो जागो।
ഓം ശാന്തി. പ്രാണന് തുല്യം പ്രിയങ്കരനായ എൻ്റെ ബാബയ്ക്ക് ബാബയുടെ പൊന്നോമന സന്താനമായ എൻ്റെ പുലർകാല വന്ദനം. ബാബ, മുഴുവൻ ലോകവും നിദ്രയിലാണ്ടിരിക്കുന്ന ഈ സമയത്ത് ബ്രഹ്മമുഹൂർത്ത വേളയിൽ ബാബ എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നിരിക്കുകയല്ലേ. ഭഗവാന്റെ അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്ന വേള, അമൃത വേള, അമൃതിന് തുല്യമായ അമൂല്യമായ നിമിഷങ്ങൾ. ഈശ്വരനുമായി ദൈവത്തോടൊപ്പം അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്ന സമയം. എൻ്റെ ബാബ എനിക്കായി തന്നിരിക്കുന്ന സമയം. പ്രഭു പിതാവിനോടൊപ്പം ഒരു പ്രഭാതം കൂടി പുലർന്നു കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് എന്ന് പറയും. എനിക്ക് ഗുഡ് മോർണിംഗ് മാത്രമല്ലല്ലോ, ഗോഡ് മോർണിംഗ് ആണ്. ബാബയോടൊപ്പമാണ്. ബാബയെ കണി കണ്ടുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ പ്രഭാതം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഗുഡ് ഡേ പറയും. എനിക്ക് ഗോഡ് ഡേ ആണ്. എൻ്റെ ഇന്നത്തെ മുഴുവൻ ദിവസവും ബാബയോടൊപ്പമാണ് കടന്നു പോകുന്നത്. അതിനാൽ എനിക്ക് ഗുഡ് ഡേയുമാണ്, ഗോഡ് ഡേയുമാണ്. ബാബയോടൊപ്പം കിട്ടിയിരിക്കുന്ന ഈ കൂടിക്കാഴ്ചയുടെ
സമ്പൂർണ്ണ ലാഭമെടുക്കാനായി ഭഗവത് ദർശനത്തിനായി തയ്യാറാക്കുകയാണ് ഞാൻ. ക്ഷേത്രത്തിൽ പോയി ഭഗവത് ദർശനം ചെയ്യാനായി അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് എത്ര ദൂരം യാത്ര ചെയ്ത് എത്ര നീണ്ട ക്യൂവിൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ജ്ഞാനഗംഗയിൽ കുളിച്ച് ഫരിസ്ത ഡ്രസ് ധരിച്ച് പരമാത്മദർശനത്തിന് തയ്യാറെടുക്കുകയാണ് ഞാൻ. ശരീരമാകുന്ന ഈ ഭവനത്തിൽ ശ്രദ്ധ ശിരോമധ്യഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആത്മാവാകുന്ന ബൾബിലേക്ക് ആത്മാവാകുന്ന ചൈതന്യ ബൾബിൽ നിന്നുള്ള വെളിച്ചം, ആത്മീയ വെളിച്ചം ദേഹമാകുന്ന കെട്ടിടം മുഴുവൻ നിറഞ്ഞ് പ്രകാശപൂരിതമാകുകയാണ്. സദോ ഗുണങ്ങളുടെ പ്രകാശം പ്രവഹിക്കുകയാണ്. ശരീരത്തിലെ 7 വ്യവസ്ഥകളെയും സുഖപ്പെടുത്തുന്ന സദോഗുണി ഊർജപ്രവാഹം നടക്കുകയാണ്. ആത്മാവിൽ നിന്നൊഴുകുന്ന ജ്ഞാനപ്രകാശം ശിരസിൽ മുഴുവൻ നിറഞ്ഞ് മസ്തിഷ്കത്തെ മുഴുവൻ ഓരോ കോശങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുന്നു. ശിരസ് മുഴുവൻ ഒരു പ്രകാശഗോളം പോലെ ആത്മീയ ഊർജം കൊണ്ട് നിറഞ്ഞ് വിവേകശാലിയായി തീർന്നിരിക്കുകയാണ് ഞാൻ. ജ്ഞാനം നൽകുന്ന
വിവേകം. ജ്ഞാനപ്രകാശത്താൽ മനസ്സ് ശാന്തമാണ്. ബുദ്ധി ശക്തിശാലിയാണ്. സംസ്കാരം ദിവ്യമായിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനപ്രകാശത്താൽ വിവേകപൂർണമായിരിക്കുകയാണ് ജീവിതം ഇപ്പോൾ. സാഹചര്യം, വ്യക്തി, സമയം, സന്ദർഭത്തിനനുസരിച്ച് യുക്തിയുക്തമായി പെരുമാറാൻ, ജീവിക്കാനുള്ള കല എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു. മസ്തകമധ്യത്തിൽ നിന്ന് ആത്മീയ ചൈതന്യത്തിൽ നിന്നൊഴുകുന്ന ശാന്തിയുടെ ശീതളമായ പ്രകാശം മുഖം മുഴുവൻ നിറഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങളെയും ശാന്തമാക്കിക്കൊണ്ട് ശ്വസന വ്യവസ്ഥയെ കഴുത്തിലൂടെ, ശ്വാസനാളങ്ങളിലൂടെ, ശ്വാസകോശങ്ങളിലൂടെ ശാന്തിയുടെ ശീതളപ്രകാശം മനസ്സിനെയും ശാന്തമാക്കുന്നു, ശരീരത്തെയും. ശ്വാസശ്വാസങ്ങളിൽ ശാന്തതയുടെ താളം. ശ്വസനം ക്രമീകരിക്കപ്പെടുന്നു. ശാന്തിയുടെ ശീതളമായ ഊർജം നൽകുന്ന താളക്രമം ശാന്തിയുടെ താളം മുഴുവൻ ശരീരത്തെയും സൗഖ്യപ്പെടുത്തുകയാണ്. മുഴുവൻ രക്തചംക്രമണ വ്യവസ്ഥ നോർമലാകുകയാണ്. ആത്മാവാകുന്ന ബൾബിൽ നിന്നൊഴുകുന്ന
സ്നേഹപ്രകാശം ഹൃദയത്തിൽ നിറഞ്ഞ് ഹൃദയധമനികളിലൂടെ ഒഴുകി ആത്മീയ സ്നേഹത്തിൻ്റെ ശുദ്ധരക്തം പ്രവഹിക്കുകയാണ്. എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് ഇപ്പോൾ ബ്രാഹ്മണൻ്റെ ബ്ലഡാണ്. സംഗമയുഗി ബ്രാഹ്മണൻ്റെ ശുദ്ധരക്തം. ശൂദ്രജീവിതത്തിൻ്റെ ബ്ലഡെല്ലാം ഡയാലിസിസിന് വിധേയമായി. ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലൂടെയും പ്രവഹിക്കുന്നത് സംഗമയുഗി പുരുഷോത്തമ ബ്രാഹ്മണനായ ബ്രഹ്മകുമാരനായ ബ്രഹ്മകുമാരിയായ ബാബയുടെ കുട്ടിയുടെ ഭഗവാന്റെ കുട്ടിയുടെ അലൗകിക രക്തമാണ്. സർവാത്മാക്കളെ പ്രതിയും അലൗകിക സ്നേഹത്തിൻ്റെ വെളിച്ചമാണ്. ഇന്നത്തെ പുതിയ പ്രഭാതം പോലെ എൻ്റെ ജന്മവും ജീവിതവും കാഴ്ചപ്പാടും പുതിയതാണ്, അലൗകികമാണ്. ആത്മീയ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയാണ്. അലൗകിക ജന്മത്തിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ആത്മാവിൽ നിന്നൊഴുകുന്ന സന്തോഷത്തിൻ്റെ ഊർജം ശരീരത്തിലൂടെ അരിച്ചരിച്ചിറങ്ങി ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഉദരഭാഗങ്ങളെല്ലാം ഹീലിയാണ്. സന്തോഷം പോലൊരു ടോണിക്കില്ല. ബാബയുടെ മഹാവാക്യമാണിത്. ഏറ്റവും നല്ല മരുന്ന്, സർവരോഗസംഹാരി, ഏറ്റവും നല്ല ഒറ്റമൂലി ബാബ എനിക്ക് തന്നിരിക്കുന്നത് സന്തോഷത്തിലിരിക്കുക, സന്തോഷം നൽകുക. ശരീരമാസകലം സന്തോഷത്തിൻ്റെ പ്രകാശധാര ഒഴുകി വളരെയധികം ഊർജ്ജസ്വലനായിരിക്കുകയാണ് ഞാൻ.
അളവറ്റ സന്തോഷമാണിപ്പോൾ. ഈ ഊർജം ചുറ്റുപാടിലേക്കും പ്രവഹിക്കുകയാണ്. ആത്മീയ ആനന്ദം, ആനന്ദസ്വരൂപമായ ആത്മാവാണ് ഞാൻ. ഈശ്വരീയ സുഖം ആനന്ദമൊഴുകി ശരീരത്തിലെ ഗ്രന്ഥി വ്യവസ്ഥകളെല്ലാം, സർവഗ്രന്ഥികളും നല്ല സ്രവങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. ഈ ബ്രഹ്മമുഹൂർത്ത വേള ശരീരത്തിലെ സർവഗ്രന്ഥികളും മുഴുവൻ ദിവസവും ദേഹത്തെ ഊർജ്ജസ്വലമാക്കി വയ്ക്കുന്നതിന് ഏറ്റവും നല്ല സ്രവങ്ങൾ പുറപ്പെടുവിക്കുന്ന സമയമാണ് രാവിലെ 4 മണി. ഉണർന്നിരിക്കുന്നവരിൽ ഏറ്റവും നന്നായി നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബാബ എനിക്ക് ഈ സമയം അപ്പോയിൻമെൻറ്റിന് തന്നിരിക്കുന്നത്. ആത്മീയമായും ശാരീരികമായും ആരോഗ്യത്തോടെ ഇരിക്കാൻ. എത്ര നല്ല ഒരു ദിനചര്യയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ബാബ അങ്ങയ്ക്ക് കോടി കോടി നന്ദിയും നമസ്കാരവും. സുപ്രീം സർജനല്ലേ വൈദ്യനാഥൻ. അതുകൊണ്ട് തന്നെയാണ് ബാബ എനിക്ക് ഈ സമയം അപ്പോയിൻമെൻ്റ് തന്നിരിക്കുന്നത്. ആത്മാവിൽ നിന്ന് ഒഴുകുന്ന ആത്മീയ ശക്തി തരംഗങ്ങൾ ശരീരത്തിന് മുഴുവൻ ഓരോ എല്ലെല്ലുകളിലും ബലം നിറയ്ക്കുകയാണ്. കേശാദിപാദം അസ്ഥിവ്യവസ്ഥ മുഴുവൻ കരുത്താർജിക്കുകയാണ്. കരണ്ട് പ്രവഹിക്കും പോലെ ആത്മശക്തി ഒഴുകി ശാരീരികമായ ബലം അനുഭവമാകുന്നു. ശുദ്ധ ചൈതന്യ ആത്മാവിൽ നിന്നൊഴുകുന്ന
പരിശുദ്ധിയുടെ പ്രകാശം ശരീരമാസകലമൊഴുകി ത്വക്ക് വ്യവസ്ഥ മുഴുവൻ പ്രകാശപൂരിതമാക്കി പ്യൂരിറ്റിയുടെ ഊർജം പ്രവഹിച്ച് ശരീരത്തിനകത്തും പുറത്തും പരിശുദ്ധിയുടെ ഉടുപ്പ്, പവിത്രമായ മാലാഖ വസ്ത്രം തയ്യാറായിരിക്കുകയാണ്. സദോഗുണങ്ങളുടെ പ്രകാശം നിറഞ്ഞ അലൗകികമായ വസ്ത്രം, തിളങ്ങുന്ന വസ്ത്രം, മാലാഖ വസ്ത്രത്തിലാണ് ഞാൻ. ഫരിസ്ത ഡ്രസ്സിൽ സദോഗുണങ്ങളുടെ സപ്തവർണ്ണങ്ങളുടെയും സംയോജനത്താൽ പ്രകാശപൂരിതമായിരിക്കുന്ന അലൗകിക വസ്ത്രത്തിൽ അതീന്ദ്രിയമായ സുഖത്തിൽ അലൗകിക പിതാവായ ബ്രഹ്മബാവയ്ക്ക് മുന്നിൽ അവ്യക്തവദനവാസിയായി ബാബയെപ്പോലെ മാലാഖയായി ബാബയുടെ സന്മുഖത്ത് അമൃതവേളയിലെ അലൗകിക അനുഭൂതികൾക്കായി ബാബയുടെ ദൃഷ്ടിക്കായി വരദാനങ്ങൾക്കായി ബാബയുടെ മുന്നിലിരിക്കുകയാണ്. ബാബ്ദാദയുടെ കണ്ണുകളിലേക്ക് നോക്കൂ. ശിവബാബ ബ്രഹ്മബാബയുടെ മസ്തകത്തിൽ ബാബ്ദാദ രണ്ടുപേരും ചേർന്ന് എനിക്ക് ദൃഷ്ടിയിലൂടെ സായുജ്യം നൽകുകയാണ്.
ബാപ്ദാദിയിൽ നിന്ന് ദൃഷ്ടിയെടുക്കൂ. വരദാന്യ ഹസ്തങ്ങൾ ശിരസിൽ അനുഭവിക്കൂ. ബാപ്ദാദയ്ക്കൊപ്പം ദീദി ദാദിമാർ സർവപൂർവികരുടെയും ദൃഷ്ടിയിലൂടെ വരദാനങ്ങൾ സ്വീകരിക്കൂ. വരദാനങ്ങളുടെ മഴ പെയ്യുന്ന അനുഭവം. പവിത്ര ഭവ, യോഗി ഭവ. സന്തുഷ്ടമണി ഭവ. വിജയീ ഭവ. മാസ്റ്റർ സർവശക്തിവാൻ ഭവ. നിശ്ചിന്ത ചക്രവർത്തി ഭവ. സഫലതാമൂർത്തി ഭവ. ദിവസം മുഴുവനും വേണ്ടുന്ന വരങ്ങൾ വരദാതാവിൽ നിന്ന് വരദാനികളായ പൂർവികരിൽ നിന്ന് സ്വന്തമാക്കിക്കൊണ്ട് ശാന്തിധാം നിവാസിയായ ശിവബാബയുടെ അതിസമീപത്തേക്ക് ഭഗവാൻ അരികിൽ പ്രഭുമിലനത്തിനായി ബാബ എനിക്കായി പ്രൈവറ്റായിട്ട് തന്നിരിക്കുന്ന ഈ സമയം ഈശ്വരീയ ആനന്ദത്തിൻ്റെ മുഴുവൻ സുഖവും നുകരുകയാണ് ഞാൻ. വീട്ടിലെത്തിയതിൻ്റെ സമാധാനം. അച്ഛൻ വീട്ടിലാണിപ്പോൾ. എൻ്റെ സ്വന്തം വീട്ടിൽ. ബ്രഹ്മലോക നിവാസിയായ ശിവബാബയുമായി ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ കൂടിക്കാഴ്ച നടത്തി. ബാബയുടെ അരികിലിരിക്കുമ്പോൾ തന്നെ എത്ര സുഖമാണ്. ബാബ
അച്ഛൻ്റെ മടിയിലിരിക്കുന്ന സുഖം. നിശ്ചിന്ത ചക്രവർത്തിയായി അച്ഛനും അമ്മയുമായ ബാബയോടൊപ്പം ബാബ വീട്ടിലാണ് ഞാൻ. എൻ്റെ ബാബയുടെ അരികിൽ സ്വഗൃഹത്തിൽ ബാബയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുകയാണ് ഞാൻ. എല്ലാം മറന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഭാവത്തോടെ ബിന്ദു സമാനമായി തീർന്നിരിക്കുന്നു. ബാബയിൽ നിന്നൊഴുകുന്ന പരമാത്മസ്നേഹത്തിൻ്റെ ധാര ഈശ്വരീയ സ്നേഹത്തിൻ്റെ പാലഭിഷേകം നടക്കുകയാണ്. ബാബ എത്ര ജന്മങ്ങളായി ഞാൻ എത്ര ക്ഷേത്രങ്ങളിൽ എത്ര വിഗ്രഹങ്ങളിൽ ശിവലിംഗത്തിലും കൃഷ്ണ വിഗ്രഹത്തിലും ദേവി വിഗ്രഹത്തിലും എത്ര അഭിഷേകം നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം അഭിഷേകം! പാലഭിഷേകം, നെയ്യഭിഷേകം. എൻ്റെ ജന്മാന്തര ഭക്തിയുടെ ആത്മാർത്ഥ ഭക്തിയുടെ ഫലമായി ഇപ്പോൾ ബാബ സ്വയം ഭഗവാൻ എൻ്റെ അഭിഷേകം നടത്തുകയാണ്. പാലുപോലെ പരിശുദ്ധമായ പരമാത്മസ്നേഹത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ബാബയുടെ സ്നേഹത്തിൽ മുങ്ങി കുളിച്ച് എൻ്റെ ജന്മജന്മാന്തര ദാഹം ശമിക്കുകയാണ്. നിസ്വാർത്ഥ സ്നേഹത്തിനായുള്ള ദാഹം. ഒരു ഈയാമ്പറ്റയെ പോലെ ബാബയാകുന്ന പ്രകാശത്തിന് മുന്നിൽ എരിഞ്ഞടങ്ങിയിരിക്കുകയാണ് ഞാൻ. കത്തിയമരുകയാണ് ജന്മാന്തര പാപഭാരങ്ങളെല്ലാം. ജന്മജന്മാന്തര കറകളെല്ലാം ഭസ്മീകരിക്കപ്പെടുകയാണ്. ഈ ജന്മത്തിലും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ വികർമ്മങ്ങളുടെയും പാടുകൾ, ആത്മാവിലുണ്ടാക്കിയ കറകളെല്ലാം ബാബയുടെ ഈ പരമപവിത്ര കിരണങ്ങൾക്കുള്ളിൽ
പരമാത്മ ചൈതന്യത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാണ്ടാക്കുകയാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരവും സഹിതം ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയാണ്. കൊച്ചു കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കുന്ന മാതാവിനെ പോലെ ബാബയുടെ മടിത്തട്ടിൽ ഞാൻ ക്ലിയർ ആകുകയാണ്. എല്ലാ അഴുക്കുകളും നീങ്ങി, ഭാരവും നീങ്ങി, ശുദ്ധമായ പവിത്രമായ തങ്കം പോലെ പരിശുദ്ധമായ മനസ്സാണ് ഇപ്പോഴെൻ്റേത്. ഉരുക്കുപോലെ ശക്തമായ ബുദ്ധി, ദിവ്യമായ സംസ്കാരത്തിൻ്റെ ബാബയുടെ കുട്ടിയാണ് ഞാൻ. ദിവ്യ സംസ്കാരത്തിൻ്റെ ഉടമയാണ് ഞാൻ. ദൈവത്തിൻ്റെ കുട്ടിയാണ് ഞാൻ. ദേവീ ദേവതാ കുലത്തിലേതാണ് ഞാൻ. സൂര്യവംശകുലത്തിലെ ആത്മാവ്, സൂര്യനാരായണ കുലത്തിലെ ആത്മാവാണ്. ബാബ ഈ അമൃതവേളയിൽ ബാബ എനിക്ക് നൽകിയ ഈ വിരുന്ന്, ഈ സൽക്കാരം വീട്ടിലും നാട്ടിലും സർവാത്മാക്കൾക്കും ലഭിക്കാനായി ബാബയും കൂട്ടി ബാബയെ കുടിയിരുത്താനായി ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഞാൻ ബാബയെ ക്ഷണിക്കാൻ വന്നതാണ്. ബാബയുടെ കുട്ടിയുടെ അടുത്തേക്ക് ബാബയെയും കുട്ടി പരമശക്തി സർവശക്തിവാൻ ബാബ സ്വയം ദൈവം തമ്പുരാൻ ഭഗവാൻ എന്നോടൊപ്പം എൻ്റെ സ്നേഹപൂർവമായ ക്ഷണം കേട്ട് ബാബ എന്നോടൊപ്പം വരികയാണ്. താഴേക്ക് താഴേക്ക് നാടകശാലയിൽ കുട്ടിയുടെ ഭവനത്തിലേക്ക്, കുട്ടിയുടെ അല്ല, ഇത് ബാബയുടെ വീടാണ്. ഭഗവത് സേവാസ്ഥാനമാണിത്. ബാബയുടെ പരമമായ ചൈതന്യം മുഴുവൻ ഈ ഭവനത്തിൽ നിറയുകയാണ്. പരമാത്മ ചൈതന്യം ഭവനം മുഴുവൻ നിറഞ്ഞ് ഈ വീടിൻ്റെ ഐശ്വര്യം സ്വയം ബാബയാണ്.
ശിവബാബയാണ്. ബാബ, ഇത് ബാബയുടെ വീടാണ്. ബാബ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ് ഭഗവത് സേവയ്ക്കായി. ബാബ സ്വയം ചൈതന്യ രൂപത്തിൽ യോഗം ചെയ്യാനിരിക്കുന്ന സ്ഥലത്തെ ഫോട്ടോയിലേക്ക് ബാബ സ്വയം കുടിയിരിക്കുന്നത് കാണും. പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ്. ചിത്രം എവിടെയാണോ ബാബയുടെ വെച്ചിരിക്കുന്നത് അവിടെ ചൈതന്യത്തിൽ ബാബ ഇരിക്കുന്നത്. ശിവബാബയും ബ്രഹ്മബാബയും ചൈതന്യ സ്വരൂപത്തിലിരിക്കുകയാണ്. ഇത് ചിത്രമല്ല, ചൈതന്യമാണ്. പരമാത്മ ചൈതന്യത്തെ കുടിയിരുത്തുകയാണ്. ബാപ്ദാദയിൽ നിന്ന് ഈശ്വര ചൈതന്യം വീട് മുഴുവൻ സെർച്ച് ലൈറ്റ് പോലെ നിറയുകയാണ്. വീടിനു ചുറ്റും പരമാത്മ ചൈതന്യം നിറഞ്ഞ് കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ബാബയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തും. ബാബയുടെ ദൃഷ്ടിയും വരദാനങ്ങളും കുടുംബാംഗങ്ങൾക്കെല്ലാം ലഭിക്കുകയാണ്. ഓരോരോ ആത്മാക്കളും ബാബയുടെ കുടക്കീഴിലാണ്. ഭഗവാന്റെ രക്ഷാ കവചത്തിനുള്ളിൽ. ബാബയുടെ കിരണങ്ങൾ വീടിനു ചുറ്റും ഒരു കോട്ട പോലെ പരമാത്മശക്തിയുടെ കോട്ട തയ്യാറായിരിക്കുകയാണ്. ഓരോ ആത്മാക്കൾക്കും ബാബയുടെ ദൃഷ്ടിയിലൂടെ കിട്ടുന്ന കരണ്ട് ഒരു കോട്ടുപോലെ കർണന് കവചകുണ്ടലം നൽകിയതുപോലെ പരമാത്മദൃഷ്ടിയിലൂടെ ശരീരത്തിനും ആത്മാവിനും പരമാത്മ കവചം കോട്ട് കെട്ടിയിരിക്കുകയാണ്. ഈ ഈശ്വരീയ കോട്ടാണ് എൻ്റെ സുരക്ഷാ കവചം. സർവരുടെയും സുരക്ഷാ കവചം. ബാബയുടെ ഈ വീട് ഭഗവത് സേവാസ്ഥാനമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ബാബയുടെ സേവനമാണ്. ഓരോരുത്തരും ബാബയുടെ മക്കളാണ്. ബാബയാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ. ബാപ്ദാദ സർവേശ്വരൻ്റെ കുട വലുതാകുകയാണ്. ഈ സേവാസ്ഥാനം, ഭഗവത് സേവാസ്ഥാനം, ഇതൊരു ക്ഷേത്രമാണ്. ബാബ കുടികൊള്ളുന്ന ക്ഷേത്രം.
ബാബയുടെ ഈ വീട്ടിൽ നിന്ന്, ഈ ക്ഷേത്രത്തിൽ നിന്ന് പരമാത്മ ചൈതന്യം അതിവിസ്തൃതമായ കുടയായി മാറുകയാണ്. ഭഗവാന്റെ ചൈതന്യം പ്രകാശമായി ഒഴുകി പരമാത്മസ്നേഹത്തിൻ്റെ കുട വലുതായി അടുത്ത വീടുകളിലേക്ക് പ്രദേശം മുഴുവൻ, ദേശം മുഴുവൻ ജില്ല മുഴുവൻ സ്റ്റേറ്റ് മുഴുവൻ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളം മുഴുവൻ ദൈവത്തിൻ്റെ ബാബയുടെ കുടക്കീഴിൽ സർവാത്മാക്കളും സുരക്ഷിതരായി പരമാത്മ കുടക്കീഴിനുള്ളിൽ സുഖമായി, ശാന്തമായി, സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കട്ടെ. സർവാത്മാക്കൾക്ക് മംഗളമുണ്ടാകും. ഭാരതമെന്ന ഈ തീർത്ഥാടന കേന്ദ്രം മുഴുവൻ ഭഗവാന്റെ ദിവ്യ അവതരണ ഭൂമി. ബാബയുടെ കിരണങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ ഓരോ ഭാരതീയനും സമാധാനത്തോടെ ജീവിക്കും. എല്ലാവരും ബാബയുടെ കുടക്കീഴിലാണ്. സർവാത്മാക്കളും നിരോഗികളായി ആരോഗ്യത്തോടെ, ആയുസ്സോടെ, സമൃദ്ധിയോടെ, സന്തോഷത്തോടെ ഇരിക്കും. വിശ്വമാകുന്ന കുടുംബം മുഴുവൻ വിശ്വനാഥൻ്റെ മക്കളാണ്, ബാബയുടെ മക്കളാണ്. ലോകത്തിൻ്റെ കോണുകോണുകളിലേക്ക് ഭഗവാന്റെ കിരണങ്ങൾ ഈശ്വരൻ്റെ കൈകൾ പോലെ നീണ്ട് ഓരോ ആത്മാവിലേക്കും സാന്ത്വന സ്പർശമായി സുഖശാന്തിയുടെ കിരണങ്ങൾ നൽകുകയാണ്. ഓം ശാന്തി. ശാന്തി, ശാന്തി.
मिलते रहेंगे, कहेंगे जो भी हम वो करते रहेंगे। मिलके दिलाराम दिल से हम कहते, दिलों जान से बाबा तुझ पे है अर्पण। प्राणों के प्यारे बाबा हमारे, तुझे तेरा सब कुछ समर्पण समर्पण। जीवन के दाता, सांसों के स्वामी, ये नैया की पतवार तुमको है अर्पण। नहीं पास अपने है देने के काबिल, दाता विधाता को क्या दे सकेंगे। किए तूने हम पर है एहसान इतने, कि जीवन भी देकर चुका ना सकेंगे। कि जीवन भी देकर चुका ना सकेंगे। ये मैंपन मेरापन, ये तखपन, ये जीवन, ये संकल्प हर बोल अर्पण है धड़कन। तू आश विश्वास बल है भरोसा, तू बाबा संसार साकार सपना। अगर टूटती सांस काम आए तेरे, अहो भाग्य जीवन बने धन्य अपना। यही एक अरमां है दिल में हमारे, कि हम में दिखे तू बने सदर्पण। प्राणों के प्यारे बाबा हमारे, तुझे तेरा सब कुछ समर्पण समर्पण।